അങ്ങനെ നമുക്ക് തമിഴ്നാട് ദോശ ഉണ്ടാക്കിയാലോ. ഇതൊക്കെ തിരുനെൽവേലി ഭാഗത്ത് ഉണ്ടാക്കുന്ന ദോശയാണ്. എന്താണെന്നറിയാമോ, അരിയും ഉഴുന്ന് പരിപ്പും പിന്നെ കടലപ്പരിപ്പും കൂടെ ഇട്ട് നല്ലോണം കുതിർത്തിയിട്ട് കുറച്ച് ജീരകവും കൂടെ ഇട്ട് കുതിർത്തി വയ്ക്കും കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് 1.25 ടീസ്പൂൺ മുളക് പൊടി ഇട്ടോ. 1/4 കിലോ അരിയാണേ. 1/4 കിലോ അരിയും 100 ഉഴുന്ന്, 100 കടലപ്പരിപ്പ്, ഒരു കൈന്ന് വെച്ചാൽ ഇത്ര മതി കേട്ടോ, ജീരകം, പിന്നെ വെളുത്തുള്ളി ഒരു 10 അല്ലി മതി. ഇതൊക്കെ ഇട്ടിട്ട് 1.25 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നമുക്കൊന്ന് രവ പരുവത്തിൽ അരച്ചെടുക്കണം. മഷിവെള്ളം അരയ്ക്കരുത്, മഷിവെള്ളം അരച്ചാൽ കൊള്ളൂല കേട്ടോ, ടേസ്റ്റ് കാണൂല. നമ്മൾ എന്താ പറയുക, മാവ് അരച്ചെടുത്ത് കേട്ടോ, നോക്കിയാണ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ മുളക് പൊടി ഞാൻ പറഞ്ഞില്ലേ, 1.25 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ ചേർക്കണമെന്നറിയാമോ? ഇത് കണ്ടില്ലേ, വലിയ ഉള്ളി സവാള 3 എണ്ണം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കരിവേപ്പില, ഇതെല്ലാം കൂടി ഇതിനകത്ത് തട്ടി കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്ത് കായപ്പൊടി ചേർക്കാവേ. ഓക്കെ, കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെയും നമുക്ക് എടുക്കാം, കൂടിപ്പോയ പാട്. ഓക്കെ, ഇനി ഇതിനൊന്ന് നല്ലവണ്ണം ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. കണ്ടില്ലേ? പക്ഷെ ഇത്രയും കട്ടിക്കാണെങ്കിൽ എന്തെന്നറിയാമോ, ദോശ കനം കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഇത് നല്ല ദോശക്കല്ലിൽ കനം കുറഞ്ഞ് ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് എണ്ണ, ഈ ദോശയ്ക്ക് കൂടുതൽ എണ്ണ വേണ്ടി വരും കേട്ടോ. അപ്പോൾ എണ്ണ കൂടുതൽ ഒഴിച്ച് നല്ലോണം ഒഴിച്ചെടുത്ത് നോക്കി കഴിച്ച് നോക്ക്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ.